അത് കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. പറയാനുള്ളത് എവിടെയാണെങ്കിലും ശരി, വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കും. പെഹൽഗാം ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ച ക്യാമറയെ സംബന്ധിച്ച വിവരങ്ങൾ തേടി NIA അന്വേഷണ സംഘം ചൈനയെ സമീപിക്കും. അമേരിക്കൻ നിർമ്മിത ക്യാമറ വിറ്റത് ചൈനയിലാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ചൈനയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, പറയൂ. ആര്യ, വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ NIAയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന NIA സംഘത്തിനാണ് ഒരു ഗോപ്രോ ഹീറോ 12 ബ്ലാക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരു ക്യാമറ ലഭിച്ചിരുന്നത്. ഈ ക്യാമറ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭീകരർ ഈ പഹൽഗാമിലെ ബൈസ്രൻ വാലിയിലെ ബൈസ്രൻ താഴ്വരത്തിലെ ചിത്രങ്ങളും മറ്റും ചിത്രീകരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ ഡിജിറ്റൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ NIA നടത്തിയിരുന്നു. തുടർന്നാണ് ഈ ക്യാമറ ഈ 2024 ജനുവരിയിൽ ഈ ക്യാമറ ചൈനയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ചൈനയിലാണ് ഇത് ആദ്യമായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നത്. ചൈനയിലെ ഡോങ്കുൻ പ്രവിശ്യയിൽ വെച്ചായിരുന്നു ഈ ക്യാമറ ആദ്യമായി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് കണ്ടെത്തിയിരുന്നത്. തുടർന്നാണ് ഈ ചൈന കേന്ദ്രീകരിച്ച്, അതായത് ചൈനയിലെ ഈ ക്യാമറ വിറ്റ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ സജീവമായി NIAയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നത്. അതായത് ഈ ക്യാമറ ഒരു നെതർലാൻഡ്സിൽ നിർമ്മിച്ച് ചൈനയ്ക്ക് കൈമാറ്റം ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ചൈനയിലെ AE ഗ്രൂപ്പ് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഈ ക്യാമറ വാങ്ങിയിരുന്നത്. പിന്നീട് ഈ ക്യാമറ എങ്ങനെയാണ് പാകിസ്ഥാനിലെ ഭീകരർക്ക് കൈകളിൽ എത്തിയത് എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. AE ഗ്രൂപ്പ് ഇന്റർനാഷണൽ ലിമിറ്റഡുമായി ആദ്യം ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ, അതായത് NIA ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നു. എങ്ങനെ ഈ ക്യാമറ കൈമാറ്റം ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ വിശദമായ വിവരം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കമ്പനി അതിന് ഔദ്യോഗികമായി തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ചൈനീസ് സർക്കാരിന്റെ സഹായം NIA തേടിയിരിക്കുന്നത്. ഏതായാലും ഈ ചൈനീസ് സർക്കാരിനെ സഹായം തേടി എന്ന കാര്യം NIA തന്നെ ജമ്മുവിലെ NIA കോടതിയെ ഇപ്പോൾ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമാണ് ഈ ചൈനീസ് ബന്ധം എന്നത്. അതായത് ചൈനയിൽ നിന്ന് വാങ്ങിയ ക്യാമറ പാക് ഭീകരർക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ